നാട്ടുകാരെന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരതത്തെ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടതുപോലെ അടിമകളാക്കിയിരുന്നു. എന്നാൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തോട് ചേർന്ന് അനേക ധീര ജവാന്മാർ തങ്ങളുടെ വിയർപ്പും തങ്ങളുടെ രക്തവും കണ്ണുനീരുമൊക്കെ ഒഴുക്കി വളരെ കഷ്ടപ്പെട്ട് നേടിത്തന്നതാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം. നമുക്കറിയാം, നാം അറിയുന്ന പേരറിയപ്പെടുന്ന അനേക സമരസേനാനികളുണ്ട്. എന്നാൽ പേരറിയപ്പെടാത്ത അനേക സമരസേനാനികളുമുണ്ട്. നമുക്കറിയാം, രവീന്ദ്രദാസ്, ഭഗത് സിംഗ് എന്നീ യൗവനക്കാർ തങ്ങളുടെ ചെറുപ്രായത്തിൽ, അതായത് 22-23 വയസ്സുകളിൽ നമ്മുടെ ഭാരതത്തിന് വേണ്ടി തൂക്കിലേറ്റപ്പെട്ടയാളാണല്ലോ ഭഗത് സിംഗ്. എന്റെ ഭാരതം, എന്റെ ഭാരതത്തിന് സ്വാതന്ത്ര്യം തൂക്കിലേറുവാനായി കടന്നു പോകുമ്പോഴും താൻ ഇത് ഉച്ചരിച്ചുകൊണ്ടാണ് കടന്നുപോയെന്ന് ചരിത്ര പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര ത്യാഗോചിതമായ ജീവിതമായിരുന്നു അവരെല്ലാം നയിച്ചിരുന്നത്. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അംഗൻവാടി മുതൽ വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, പാർലമെന്റിന് മുറ്റത്തൊക്കെ വിവിധയിടങ്ങളിലായി നമ്മുടെ ത്രിവർണ്ണ പതാക പാറിച്ചുകൊണ്ട് നാം സന്തോഷത്തോടുകൂടി സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. എന്നാൽ അതിന്റെ പിന്നിൽ ജയിലറകളിൽ തടവുകൾ സഹിച്ചവരുണ്ട്, ശരീരത്തിന് അനേക മർദ്ദനമേറ്റവരുണ്ട്. നമുക്കറിയാം, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഡൽഹിയിലേക്കുള്ള യാത്ര, ഉപസത്യാഗ്രഹം, ഇതൊക്കെ നാം ചരിത്രം പഠിക്കുമ്പോൾ എത്രയോ ത്യാഗോചിതമായ ജീവിതമായിരുന്നു. അതൊന്നും നമ്മുടെ ഈ കൊച്ചു ബുദ്ധിക്കോ ചിന്തയ്ക്കോ ഒന്നും മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിയാത്തതാണ്. ഇന്നോ കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്കും, കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് സൂപ്പർസോണിക് യുഗത്തിലേക്ക് ലോകം കുതിച്ചു പായുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അതിന്റെ ഒരു മുഖാന്തരമായിരുന്നു എന്ന് നാം ആരും മറന്നു പോകരുത്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ത്യാഗോചിതമായ ജീവിതത്തെ സ്മരിക്കുമ്പോൾ തന്നെ മാനവജാതിക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളോട് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് നാം അഭിമാനിക്കുമ്പോഴും ജീവിതത്തിന്റെ എത്രയോ തുറകളിൽ സ്വാതന്ത്ര്യം കിട്ടാത്ത അനുഭവങ്ങളും ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രിയ സഹോദരങ്ങൾ പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിക്കുന്നു. അവരെ ആര് സ്വതന്ത്രത്തിലേക്ക് കൊണ്ടുവരും? കേവലം ഒരു തമാശയ്ക്കോ ഒരു രസത്തിനോ അല്ലെങ്കിൽ ചില ആഘോഷവേളകളിലോ ഒക്കെ നാം തുടങ്ങി വെച്ച ഈ മദ്യപാന ശീലം ഒരിക്കലും മാറ്റാൻ വയ്യാത്ത ഒരു ശീലമായി, ഒരു ദിനചര്യ പോലെ ആയി കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ എത്രയുണ്ട്? നമുക്കറിയാം, നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഇന്ന് മനുഷ്യൻ ദുഷ്ടതയ്ക്ക് മറയാക്കുന്നതിന്റെ ചിത്രം എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ വീടുകളിലെത്തുന്ന വർത്തമാന പത്രങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു. പ്രിയമുള്ളവർ, ഈ സമയത്ത് ഞാനൊരു കാര്യം ഓർക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പണ്ടത്തെ അവസ്ഥ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞത് ഓർമ്മ നമുക്കുണ്ട്, പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവ് നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ചങ്ങനാശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലൊക്കെ അടിമച്ചന്തകൾ ഉണ്ടായിരുന്നു. മനുഷ്യരെ അടിമകളാക്കി കൊണ്ടുപോയി വിൽക്കുക. ഒന്നുകിൽ ജന്മിയുടെ ഭവനത്തിൽ അടിമകളായി പിറന്നു വന്നവരോ, അല്ലെങ്കിൽ കുറെ നാൾ ഭവനത്തിൽ ഉപയോഗിച്ചതിന് ശേഷം വിൽക്കുവാനായി കൊണ്ടുവന്ന അടിമകളോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വിവിധ ചന്തകളിലും വിൽക്കപ്പെടുമായിരുന്നു. നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരുടെ അവസ്ഥ ഓർത്തു നോക്കിയാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അധ്വാനിക്കണം. ദിവസത്തിൽ ഒരു പ്രാവശ്യം, ഒരു നേരം മാത്രമേ അതുകൊണ്ട് വിശപ്പടക്കുവാൻ അവർക്ക് ആഹാരം ലഭിച്ചിരുന്നില്ല. അതുപോലെ വിവിധങ്ങളാകുന്ന മർദ്ദന മുറകളിലൂടെ അവർ തങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടി. സ്ത്രീകളെ സംബന്ധിച്ചോ അവർക്കും ഇതുപോലെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. വിശേഷിച്ച് അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിനെ സ്വസ്ഥമായി സമാധാനമായി പാലൂട്ടി വളർത്താനോ അല്ലെങ്കിൽ തന്റെ ശാരീരികമായ അവസ്ഥയ്ക്ക് ഒരു വിശ്രമം എടുക്കുവാൻ പോലും കേരളത്തിൽ അടിമക്കച്ചവടങ്ങളൊക്കെ നിലനിൽക്കുന്ന കാലത്ത് കഴിഞ്ഞിരുന്നില്ല.
പിഞ്ചോമന കുഞ്ഞുങ്ങളെ പാടത്തോ പറമ്പിന്റെ അരികിലോ ഒരു കുഴി കുത്തി ആ കുഴിയിലിട്ടിട്ട് അമ്മമാർ പറമ്പിലോ പാടത്തോ പണി ചെയ്യും. ഇല്ലെങ്കിൽ ജന്മിമാർ നൽകുന്ന ഒരു തുണിക്കഷ്ണം കൊണ്ട് അടുത്തുള്ള മരക്കൊമ്പിൽ ഒരു തൊട്ടിൽ കെട്ടി ആ തൊട്ടിൽ പിഞ്ചോമന കുഞ്ഞിനെ ഇറക്കിയിട്ട് അവർ പണി ചെയ്യും. ഈ പിഞ്ചു കുഞ്ഞ് വിശന്നും ദാഹിച്ചും വലഞ്ഞ് കരയുമ്പോൾ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ആ കുഞ്ഞിന് വന്ന് ഒരിട്ട് പാല് കൊടുക്കാൻ. എന്നാൽ മേലാണെന്ന് അതിന് അനുവദിച്ചിരുന്നില്ല. കാരണം എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം അവർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് നാവും വായും തൊണ്ടയും എല്ലാം പറ്റി വരണ്ട് ആ കുഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോകുന്നു. അതിന്റെ അമ്മ വയലിലെയോ പറമ്പിലെയോ പണി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ അതാ ഉറുമ്പുകൾ അരിക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞുങ്ങളുടെ അവസ്ഥയോ 15 വയസ്സ് വരെ അവർ ഈ മാതാക്കളോടും പിതാക്കളോടും ഒപ്പം ഒരു അടിമയുടെ കുഞ്ഞ് എന്ന നിലയിൽ അവർ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. അവർക്ക് കൂലിയോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരല്പം ദാഹത്തിനല്പം വെള്ളം, വിശപ്പിനല്പം ആഹാരം. ഇങ്ങനെ എത്ര ദുസ്സഹമായ ജീവിതമായിരുന്നു ഇന്ന് നമ്മൾ അഭിമാനത്തോടുകൂടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ചിരുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് എന്തിന്റെ കുറവാണ്? എല്ലാത്തിനും സ്വാതന്ത്ര്യം കിട്ടി. സ്വന്തമായി വീടുകൾ വെക്കാൻ, സ്വന്തം ഭാര്യയോടും ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും ഒപ്പം സ്വന്തമായി കെട്ടിച്ചമച്ച വീടുകളിൽ പാർക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ മാന്യമായ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ, നമുക്ക് മാന്യമായ ജോലി ചെയ്യാൻ എത്ര നല്ല സാഹചര്യങ്ങൾ സർവശക്തനായ ദൈവം നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് ഒരുക്കി തന്നു. അതിന്റെ പിന്നിൽ സുവിശേഷകരായി കടന്നു വന്ന വിദേശ മിഷണറിമാരുടെ വളരെ ത്യാഗോചരമായ ജീവിതം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എന്നാൽ ഇന്ന് നാം സ്വാതന്ത്ര്യം നുകർന്ന് അത് ദുഷ്ടതയ്ക്ക് മറയാക്കിയിരിക്കുന്നു. പ്രഭാതത്തിൽ നമ്മുടെ മരങ്ങളിൽ തീർന്ന വർത്തമാന പത്രം വായിച്ചു നോക്കിയാൽ ഈറിനോടെ അല്ലാതെ അത് മടക്കി വെക്കുവാൻ കഴിയുകയില്ല. 5 വയസ്സുള്ള പിഞ്ചോമന കുഞ്ഞു മുതൽ 85 വയസ്സ് വരുന്ന മുത്തശ്ശിക്ക് വരെയും സമാധാനമായി ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ. നമുക്ക് എന്ത് സംഭവിച്ചു നമ്മുടെ ഈ മനുഷ്യർക്കെല്ലാം? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര കുലപാതകങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? നമ്മുടെ ചിന്തയ്ക്ക് ബുദ്ധിക്ക് നോക്കാത്തതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വർത്തമാന പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ ഡോക്ടറിനെ കൊന്നുകളഞ്ഞ അവസ്ഥ നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചിട്ടു. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കും. നിങ്ങൾ ഓർക്കണം, മദ്യപാനം, മയക്കുമരുന്ന്, ദുഷ്ടചിന്ത, ദുഷ്ടവിചാര വികാരങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ആത്യന്തികമായി ചിന്തിച്ചാൽ മനുഷ്യന് ദൈവഭയമില്ല. ദൈവമേ എന്നൊരു ചിന്തയില്ല. ഞാൻ ഈ ഭൂമിയിൽ ഇരുവായി എന്റെ കഴിവുകൊണ്ട് ഞാൻ വളർന്നു, എന്റെ കഴിവുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസം ചെയ്തു, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന രീതിയിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെയും ഇന്ത്യയിലെയും യുവജനങ്ങൾ മധ്യവയസ്സൊക്കെ ആയിത്തീർന്നിരിക്കുന്നു. നിങ്ങൾ ഓർക്കുക, ഉന്നതന മീതെ ഒരു അത്യുന്നതനുണ്ട്, രാജാവിന് മീതെ ഒരു രാജാവുണ്ട്. തന്നിഷ്ടത്തോട് ജീവിക്കരുത്. നിങ്ങളുടെ ജീവന് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവാദം തന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ മറക്കരുത്.